വളരെ ശോകമാണ്. ഡ്രാഗൺ തന്നെയാണ് ബെറ്റർ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. യൂത്തിൻ്റെ പടം പോലെ തന്നെ, പക്ഷേ നമ്മൾ കണ്ട് മറന്ന സ്ഥിരം സ്റ്റോറി നമുക്ക് പടം മൊത്തം പ്രഡിക്റ്റബിൾ ആണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് എടുത്തത്. ഉറപ്പായിട്ട് നിരാശ തന്നെയാണ്. ഇനി പാർട്ട് 2 വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. പടം പോലെ അത്ര ഒരു സുഖമില്ല, ക്ലീശയാണ് സംഭവം, കണ്ടുപട സംഭവങ്ങളാണ്. തമിഴ്നാട്ടിൽ നമ്മളെ പ്രേമലു കണ്ടിട്ട് അതേപോലെ എടുക്കാൻ നോക്കിയതാണ്. ലവ് ബ്രേക്കപ്പ് വീണ്ടും ഒന്ന് ചേർന്ന് അതൊക്കെ തന്നെ. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നെഗറ്റീവ് അടിക്കും. സൂപ്പർ 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 നല്ല അഭിനയം. കുഴപ്പമില്ല, അത്ര തന്നെ. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. വൺ ടൈം വാച്ചബിൾ. സൂപ്പറായിരുന്നു, നല്ല സെലക്ഷൻ. നല്ല പടം. ഇഷ്ടപ്പെട്ടു പടം. ഇപ്പോഴത്തെ യൂത്തിലെ പയ്യന്മാരെ നല്ല കോമഡി, മാത്യു മറ്റേ സഹനടനായിട്ടാണ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല 6 പാട്ടുണ്ട്, നല്ല പാട്ടുകൾ. ജി വി പ്രകാശ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് പാട്ട്. മെസ്സേജ് ഒന്നുമില്ല, സാധാരണ ഒരു ലവ് ബ്രേക്കപ്പ് വീണ്ടും ഒന്ന് ചേർന്ന് അതൊക്കെ തന്നെ. പിന്നെ നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, വേറൊന്നുമില്ല. നന്നായിട്ടുണ്ട്, നല്ല എൻ്റർടൈൻമെൻറ്റ്. ധനുഷ് ഡയറക്ഷനൊക്കെ കൊള്ളാം. എന്താ പറയുക, ധനുഷ് ടച്ചുണ്ട്. ധനുഷിൻ്റെ പഴയ പടമൊക്കെ ഉണ്ട്. ധനുഷ് ഡയറക്ഷൻ അടിപൊളിയാണ്, എല്ലാം സെറ്റാണ്. ധനുഷിൻ്റെ എല്ലാ ടച്ചുണ്ട്. റൗഡി ബേബി എല്ലാം ചെറിയ സീക്വൻസ് ഒക്കെ കൊടുത്ത് അടിപൊളി പടം. മാത്യു ഒക്കെ അടിപൊളി. മാത്യു ഒരു എന്താ പറയുക, മാത്യു ഒരു ഡബ്ബ് മാത്രം ചെറിയൊരു ഷോകമായിട്ട് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ സിനിമയൊക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് മാത്രം ചെറിയൊരു സൂപ്പർ പടം, കണ്ടിരിക്കാനൊക്കെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് അടിപൊളി. പടം കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ചെറിയതുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. നല്ല എൻഗേജിങ് ആയിരുന്നു. ധനുഷിൻ്റെ ഡയറക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ധനുഷിൻ്റെ പക്ഷേ ആ നടൻ്റെ അഭിനയം കാണുമ്പോൾ നമ്മൾ ധനുഷിൻ്റെ ആ ഒരു ക്യാരക്ടറിലാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇത് ധനുഷിനല്ലേ അഭിനയിക്കുന്നത് എന്നുള്ള ഒരു ഇത്. ആ ടോണും ഒരാളൊരു ടോണല്ലോ, ആ ടോണിൽ തന്നെ അഭിനയിച്ചിട്ടുള്ളത്. ചാക്കോച്ചൻ്റെ അവിടെ അത് നല്ല അടിപൊളി പടമാണ്. അതുകൊണ്ട് ഒരു ഇതായിപ്പോൾ. കാരണം ഗെറ്റ് സെറ്റ് ബേബി ഇറങ്ങിയിട്ടുണ്ട്, ഡ്രാഗൺ നല്ല റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, എല്ലാവരും കയറി അങ്ങനെ കാണത്തില്ല. പയ്യന്മാർ മാത്രമേ കയറി കാണത്തുള്ളൂ. പൈസ കൊടുത്ത് കണ്ടാൽ മുതലാണ്. ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാം ഫ്രണ്ട്സായിട്ട് വന്നിരുന്നു. നെഗറ്റീവായിട്ട് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഇതിൽ ചെറിയൊരു ഇതുണ്ട്, ക്രിഞ്ചാണ് ഓവർ. അതായത് തമിഴ്നാട്ടിൽ നമ്മളെ പ്രേമലു കണ്ടിട്ട് അതേപോലെ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ധനുഷ് ഡയറക്ഷൻ നല്ല ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. കാരണം രായം ചെയ്തിട്ട് ഉടനെ ഇങ്ങനെ ഒരു പടം ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പോസിറ്റീവ് വൈബാണ്. ഫസ്റ്റ് ഹാഫ് മാത്രം ചെറിയൊരു ലാഗിങ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. എടുത്തു പറയാൻ മാത്യു സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ സൂപ്പർ പടമാണ്. നമുക്കൊരു എന്താ പറയുക, കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ നെഗറ്റീവ് അടിക്കും. ഫസ്റ്റ് ഹാഫ് എന്താ പറയുക, നമുക്ക് ആ കഥയിലോട്ട് കയറുന്ന ടൈമൊക്കെ എന്താ പറയുക ലാഗിങ് ആണ്. അപ്പോൾ എല്ലാവരും ബോറടിച്ചിരിക്കും. എന്നിട്ട് സെക്കൻഡ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെടും, പേഴ്സണലി ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഡ്രാഗൺ കൂടെ അങ്ങനെ ഞാൻ കണ്ടില്ല. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. പടം പോലെ അത്ര ഒരു സുഖമില്ല, ക്ലീശയാണ് സംഭവം, കണ്ടുപട സംഭവങ്ങളാണ്. ഡയറക്ഷൻ്റെ ഒക്കെ കുഴപ്പമില്ല, ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയാം. പക്ഷേ ഇത് വെച്ചിട്ട് അത്ര സെറ്റായില്ല. ചുമ്മാ ഒന്ന് വെറുതെ കാണാം, അല്ലാതെ പോരാ. പൈസയ്ക്ക് ചുമ്മാ സമയം പോകണം, അല്ലാതെ ഒരു കാര്യമില്ല. നല്ല സിനിമ. എന്ത് പറയാനായിട്ട്, നമ്മൾ ധനുഷിൻ്റെ ആ ഒരു ഇത് നോക്കിയാണ് വന്നത്. ധനുഷിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് മെയിനായിട്ട് നോക്കി വന്നത്. പക്ഷേ ആ ഒരു രീതിയിലൊന്നും പടം ഇല്ലായിരുന്നു. തുമ്പിയെ കൊണ്ട് കലടിപ്പിച്ചൊരു ഫീൽ തന്നെയാണ് പടത്തിലുണ്ടായിരുന്നത്. കാരണം നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നുമില്ല. ഒരു പുതുമുഖം ഡയറക്റ്റ് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തത്. ഇങ്ങനെ പോകുന്നത് ധനുഷിൻ്റെ അടുത്ത പടങ്ങളും കാര്യങ്ങളൊക്കെ ധനുഷ് ഡയറക്റ്റ് ചെയ്ത് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും. പക്ഷേ പുറത്തുള്ളവർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ. എടുത്തു പറയാനൊന്നുമില്ല. ഗോൾഡൻ സ്പാരോ പാട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എടുത്ത് പറയാനില്ല. അതെ, വളരെ ശോകമാണ്. ഡ്രാഗൺ തന്നെയാണ് ബെറ്റർ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. യൂത്തിൻ്റെ പടം പോലെ തന്നെ, പക്ഷേ നമ്മൾ കണ്ട് മറന്ന സ്ഥിരം സ്റ്റോറി നമുക്ക് പടം മൊത്തം പ്രഡിക്റ്റബിൾ ആണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് എടുത്തത്. എന്തോ വേണ്ടി ചുമ്മാ ജസ്റ്റ് കാഷ്വലായിട്ടൊരു പടം ചെയ്യണം എന്ന് തോന്നി എടുത്തതുപോലെ തോന്നുന്നു. അത്രയേ ഉള്ളൂ. ഒരാവശ്യമില്ലായിരുന്നു. കാരണം അടുത്ത് ഇഡ്ഡലി കട റിലീസ് ചെയ്യാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷ കുറയാനേ സാധ്യതയുള്ളൂ. പിന്നെ ബാക്കി അതിൻ്റെ ഹൈപ്പ് വെച്ച് നോക്കും. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പടം നിരാശ മാത്രമാണ് തന്നത്. വീണ്ടും ധനുഷിൻ്റെ ഡയറക്ഷനിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. പക്ഷേ ഇങ്ങനൊരു പടം ഒരിക്കലും ചെയ്യേണ്ടതാണ്. നമ്മളൊരു എന്തോ പോലെ പോയി. സ്റ്റോറി വൈസൊക്കെ സ്റ്റോറിയാണ് ഏറ്റവും മോശം പടത്തിൽ. കാരണം സ്റ്റോറിയൊന്നുമില്ല, ജസ്റ്റ് കാണാൻ പറ്റിയ മാത്രം ഒന്നും, വേറെ ഒന്നുമില്ല. എടുത്ത് കാണാൻ മാത്രമായിട്ട് നമുക്ക് പറയാൻ പോലും ഒന്നുമില്ല. ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവരും അഭിനയം എന്ന് വെച്ചാൽ എല്ലാവരും മോശത്തിലാണ്. അങ്ങനെ തുമ്പിയെ കൊണ്ട് കലടിപ്പിച്ചൊരു ഫീലാണ്. എന്തൊക്കെയോ ചെയ്യുന്നില്ല. അനിക സുരേന്ദ്രനൊക്കെ നായിക വേഷം ഭയങ്കരമായിട്ട് വരുമ്പോഴത്തേക്കും അത്ര ഇതായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കും. പക്ഷേ മൊത്തത്തിൽ എല്ലാവരും ഓക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോ നമുക്കൊരു ബലമില്ല പടത്തിന്, ബാക്ക് ബോൺ ഇല്ല. മാത്യു ഒക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ടു മറന്ന സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തോന്നുന്നില്ല. അതാണ് മെയിൻ ഇത്. ധനുഷിൻ്റെ രീതിയിലുള്ള ഡയറക്ഷൻ കൂടെ ധനുഷാണോ ഡയറക്റ്റ് ചെയ്തത് എന്ന് നമുക്ക് പല രീതിയിൽ തോന്നിപ്പോകും. ചെയ്യണം, ഉറപ്പായിട്ട് ചെയ്യണം. കാരണം ധനുഷ് ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച പടങ്ങളെല്ലാം ഹിറ്റാണല്ലോ. മുമ്പ് എഴുത പവർ പാണ്ടി അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് രണ്ട് പ്രത്യേക ഒരു അറ്റംപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. പറയാം അടുത്ത ഇഡ്ഡലി കട വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് തിരിച്ചു വരും. ഉറപ്പായിട്ട് നിരാശ തന്നെയാണ്. നമുക്ക് ആ ഡ്രാഗൺ ആയിരിക്കും ഇതിനേക്കാൾ ബെറ്റർ എന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ഡ്രാഗൺ തന്നെയാണ് ആൾറെഡി. ഡ്രാഗൺ നല്ല പടമാണ്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് വീണിട്ടുണ്ട്. ഇനി പാർട്ട് 2 വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയത്തില്ല. അതാണ് അവസ്ഥ.